السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى سائر الأنبياء والأجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. رضينا قسمة الجبار فينا، لنا علم وللجهال معلوم. ഏറ്റവും ബഹുമാനാദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, പ്രിയപ്പെട്ട പ്രവർത്തകർ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലും അമലിലും അല്ലാഹു ബറക്കത്ത് നൽകുകയും നമ്മുടെ മഹത്തുക്കളായ മശായിഖുമാർ, ഉസ്താദുമാർ അവരുടെ പാദം പിൻപറ്റി ജീവിച്ച് അവരോടൊന്നിച്ച് നാളെ ആഖിറത്തിൽ ജന്നത്തുൻ നഈം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് പ്രധാനമായും 3 മഹത്തുക്കളെ കുറിച്ചാണ് ഈ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വേറെയും പല മഹത്തുക്കളെ കുറിച്ചും പറയേണ്ടതുണ്ട്. സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇന്ന് അതിലേക്ക് കടക്കുന്നില്ല. കാരണം എൻ്റെ ഭാര്യയുടെ വലിയുമ്മ രണ്ടത്താണി കേക്കേപ്പുറം അബ്ദുൽ ഗഫാർ സഅദിയുടെ ഉമ്മയും ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഒരു പ്രായമുള്ള കാരണവരായി കുടുംബത്തിന് എല്ലാ അർത്ഥത്തിലും, അതുപോലെ നുസ്രത്ത്, ജാമിയ നുസ്രത്തിനടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സഹായം, അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും അതുപോലെ മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന മഹദി അവർകൾ ഇന്നലെ രാത്രി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുള്ളത് കൊണ്ട് ഇന്ന് കൂടുതൽ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇമാം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനും ഹനഫി മദ്ഹബ് കെട്ടിപ്പടുത്ത് അത് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടാൻ വലിയ ഒരു പങ്ക് വഹിച്ച മഹാനുമാണ് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ അത് അബൂ യൂസുഫ് തന്നെ എന്ന് പണ്ഡിതന്മാര് പറയാറുണ്ടല്ലോ. അബൂ യൂസുഫ് അബൂ ഹനീഫ തന്നെ എന്ന് തിരിച്ചും പറയാറുണ്ട്. അങ്ങനത്തെ വലിയ മഹാനായ അബൂ യൂസുഫ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായതും വിശുദ്ധമായ റബീഉൽ ആഖിർ 1-നാണ്. അവരെക്കുറിച്ചൊക്കെ പറയേണ്ടതുണ്ടെങ്കിലും ഇപ്പോൾ വിശാലമായി അതിലേക്കൊന്നും കടക്കുന്നില്ല. 3 മഹത്തുക്കളെക്കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രചരണ ഭാഗമെന്ന നിലക്ക് സംഘടിതമായി സ്ഥാപിക്കപ്പെട്ട് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ ഒന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളക്കരയിൽ ഇസ്ലാമിക വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഈ സംഘടന രംഗത്ത് വന്നത് മുതൽക്കാണ്. കേരളം ഒരു ഇൽമിന്റെ, ഒരു വൈജ്ഞാനിക നാടായി മാറിയത് ഈ സംഘടനയുടെ പങ്ക് നിസ്തുല്യമായി നമുക്ക് പരിചയപ്പെടാം. ആ രൂപത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 3 മഹത്തുക്കളാകുന്ന നേതാക്കളാണ്
മഹാനായ റഈസുൽ മുഹഖഖീൻ ഉസ്താദുൽ അസാത്തീദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന മഹാൻ. അതുപോലെ മറ്റൊരു ഒന്നാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ. മറ്റൊന്നാണ് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അള്ളാഹു അവരുടെ ഒക്കെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ മൂന്ന് മഹത്തുക്കളും നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് ഈ റബീഉൽ ആഖിർ മാസത്തിലാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ റബീഉൽ ആഖിർ 1-നും റബീഉൽ ആഖിർ 2-ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും 4-ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവര് ഒന്നിച്ച് ഒരു സംഘടനയിൽ ഒരുപോലെ സ്നേഹത്തോടെ ആദരവോടെ പരസ്പര ബന്ധത്തോടെ പ്രവർത്തിച്ചതുപോലെ തന്നെ അവരുടെ വഫാത്തും സൂചിപ്പിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും ദീർഘകാലം അതിന് സേവനമനുഷ്ഠിച്ച ഇസ്ലാമിനു വേണ്ടി പടപൊരുതിയ പുത്തൻ പ്രസ്ഥാനക്കാരോട് പടപൊരുതിയ പരിശുദ്ധ ഇസ്ലാമിന്റെയും സമസ്തയുടെയും നട്ടെല്ല് ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാനാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമ സയ്യിദുമാണ്, പണ്ഡിതനുമാണ്. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന് 2 നിലക്കുള്ള സ്ഥാനമാണ് ലഭിക്കുക. ഒന്ന് ദാത്തിയാണ്, മറ്റൊന്ന് കിസ്ബിയാണ്. ദാത്തി എന്ന് പറഞ്ഞാൽ ജന്മം തന്നെ മഹത്വത്തോടുകൂടെ വരിക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ സയ്യിദായി ജനിക്കുക. സയ്യിദായി ജനിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന വലിയ ഒരു നിഅമത്താണ്. ഒരു സയ്യിദല്ലാത്ത ഒരാള് എത്ര വർഷം ഇബാദത്ത് തന്നെ മുഴുകിയാലും ഏത് രൂപത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങളും പരിജ്ഞാനങ്ങളും നടത്തിയാലും സയ്യിദാകാൻ കഴിയില്ല. അപ്പൊ സയ്യിദാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹത്വമാണ്. അതിന് അഹ്ലു ബൈത്തിൽ തന്നെ അഥവാ ഉപ്പ തങ്ങളാകണം, സയ്യിദാകണം. അതല്ലാതെ ആ സ്ഥാനം പിന്നീട് പ്രവർത്തിച്ച് എടുക്കാൻ പറ്റിയ ഒന്ന് അല്ല. രണ്ടാമത്തത് മഹത്വം അധ്വാനത്തിന്റെ ഫലമായി നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥാനങ്ങൾ, അതാണ് കിസ്ബി എന്ന് പറഞ്ഞാൽ. ഈ 2 മഹത്വവും ഉൾക്കൊള്ളിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാള് തങ്ങളുപ്പാപ്പ. അഹ്ലുബൈത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 500 വർഷം മുമ്പ് നമ്മുടെ കേരളക്കരയിൽ വന്ന് പ്രബോധനം ചെയ്ത വലിയ മഹാനാണ് വളവട്ടണം അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാകുന്ന ഖുതുബുസ്സമാൻ ജലാലുദ്ദീൻ ബിൻ അഹ്മദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ആണ്ട് കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അവരുടെ ചരിത്രം ഓർമ്മയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ മഹാനാകുന്ന വളപട്ടണം ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റഹ്മഹുള്ളയുടെ കുടുംബ പരമ്പര കേരളക്കരയിൽ ബുഖാരി സാദാത്തിന്റെ ഉപ്പാപ്പയായി വന്നിട്ടുള്ളത് ആ മഹാനാണ്. ബാലവി സാദാത്ത് കേരളക്കരയിൽ എത്തുന്നതിന് മുമ്പ് ബുഖാരി സാദാത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് കേരളത്തിന്റെ ചരിത്രം ഇതുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ മഹാനാകുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ കുടുംബ പരമ്പരയിലായി ജനിച്ച ബുഖാരി സാദാത്ത് അതിൽപ്പെട്ട ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ബുഖാരി സാദാത്തിന്റെ കാരണവന്മാരിൽപ്പെട്ട കാരണവരാണ് എന്ന് തന്നെ പറയാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവർ. ആ രൂപത്തിൽ വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മത്തിൽ തന്നെ അഹ്ലു ബൈത്തിന്റെ ഒരു സത്തയായി
ഈ ലോകത്തേക്ക് കടന്നു വരാൻ, ഉമ്മയും ഉപ്പയും അഹ്ലുബൈത്തിൽപ്പെട്ടവരായി ജനിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ ബുഖാരി എന്ന് പറയുന്ന മഹാനവറുകളാണ് അവിടത്തെ ഉപ്പ. ഫറോക്കിനടുത്ത് കരുവന്തിരുത്തിയിൽ റബീഉൽ അവ്വൽ 25 ഒരു വെള്ളിയാഴ്ച ഹിജ്റ 1341 മഹാനവറുകൾ ജനിച്ചിട്ടുള്ളത്. ഉമ്മയും അതുപോലെ തന്നെ വലിയ സാദാത്തുക്കളുടെ പരമ്പരയുള്ള കുടുംബത്തിൽ ഹലീമ കുഞ്ഞിബീവി എന്ന് പറയുന്ന മഹദിയാണ് അവിടുത്തെ മാതാവ്. ഈ രൂപത്തിൽ അവിടുന്ന് ജനിച്ചു. പിന്നീട് അവിടുന്ന് നിരന്തരമായ പ്രവർത്തനം, അവിടുത്തെ പഠനം, അവിടുത്തെ ഉസ്താദ് പറവണ്ണ ഉസ്താദിന്റെ അടുത്ത് ഓതാൻ വേണ്ടി മഹാനവറുകൾ ചെന്നപ്പോ അവിടുന്ന് ചോദിച്ചു എന്ന് സാധാരണ തങ്ങളുപ്പാപ്പ തന്നെ പറയാറുണ്ട്, നിങ്ങൾക്ക് മൊയ്ലേരോത്താണോ ഓതേണ്ടത് അതോ തങ്ങളോത്താണോ ഓതേണ്ടത് എന്ന് ചോദിച്ചപ്പോ മൊയ്ലേരോത്ത് മതി എന്ന് തങ്ങളുപ്പാപ്പ മറുപടി പറയുകയും ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറയലുണ്ട്, ഞാൻ മൊയ്ലേരോത്താടാ ഓതിയത്, അതുകൊണ്ട് ഉസ്താദിനെ നന്നായി അടിക്കും, ഞാൻ നന്നായി പഠിക്കും എന്നൊക്കെ ഉസ്താദിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഫുൾ ടൈം ഇൽമിലായിക്കൊണ്ട് ചെലവാക്കി എന്നാണ് തങ്ങളുപ്പാപ്പ നമുക്ക് തരുന്ന പഠനം. അല്ലാതെ കേവലം ചികിത്സാ രംഗത്തോ മറ്റു രംഗങ്ങളിലേക്കോ തിരിഞ്ഞ് ഇൽമിന്റെ മാർഗങ്ങളും വഴികളും ഒക്കെ നിർത്തിവെച്ച് അങ്ങനെ അങ്ങ് നീങ്ങിയതല്ല, മറിച്ച് സാധാരണ ഒരു പണ്ഡിതൻ ഏത് പ്രകാരമൊക്കെയാണോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓതിപ്പടിച്ച് പിന്നെ ആ ഇൽമിന്റെ പ്രചാരകനായി മാറുന്നതെങ്കിൽ അതേപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നത് എന്ന് തങ്ങളുപ്പാപ്പ പറയാറുണ്ട്. ആ രൂപത്തിൽ മഹാനവറുകൾ ഓതിപ്പടിച്ചു. അവിടുത്തെ പ്രാഥമിക ഇൽമുകളൊക്കെ പഠിച്ചിട്ടുള്ളത് ആദ്യമായി അവിടുന്ന് പഠിച്ചത് പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയർ എന്ന് പറയുന്ന മഹാപണ്ഡിതനിൽ നിന്നാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ കണ്ണിയത്ത് ഉസ്താദിൽ നിന്നും ഷംസുൽ ഉലമയിൽ നിന്നുമൊക്കെ പഠിച്ചു. അവസാനം വെല്ലൂര് ബാഖിയാത്തിൽ നിന്ന് പഠിച്ചു. ബഹുമാനപ്പെട്ട ഹസൻ ഹസ്രത്തിന്റെ ശിഷ്യനായി മാറി. ഇങ്ങനെ തുടങ്ങി മഹാനവറുകൾ അറിവിന്റെ വിഷയത്തിൽ മറ്റുള്ളവരെ മുഴുവനും വെല്ലുന്ന രൂപത്തിൽ മഹാനവറുകൾ എത്തിപ്പെടുകയാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള നമ്മുടെ ഉസ്താദുമാര് സാധാരണ പറയാറുണ്ട്, മഹാനാകുന്ന താജുൽ ഉലമ വണ്ടൂർ സദഖത്തുള്ള മുസ്ലിയർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ മഹാനവറുകളുടെ കാലശേഷം തുഹ്ഫ ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര പ്രധാന ഗ്രന്ഥമായ ഇബ്നു ഹജർ റഹ്മഹുല്ല എഴുതിയ തുഹ്ഫത്തുൽ മുഹ്താജ് കാണാതെ പിന്നീട് വായിക്കാൻ പറ്റുന്ന ഒരാള് ഉള്ളാള് തങ്ങളുപ്പാപ്പയുള്ളൂ എന്ന് നമ്മുടെ ഉസ്താദുമാര് പറയാറുണ്ട്. മഹാനാകുന്ന സദഖത്തുള്ള മുസ്ലിയാർ തുഹ്ഫ കാണാതെ വായിച്ചിരുന്ന ചരിത്രം പ്രശസ്തമാണ്. ഒരിക്കൽ വായിച്ചപ്പോൾ അവിടെ നിന്നുണ്ടായ ഫാഇന്റെയും ഒരു വാവിന്റെയും ഒരു അക്ഷരത്തിന്റെ മാറ്റം മഹാനവറുകൾക്ക് ശിഷ്യന്മാര് തിരുത്തി കൊടുത്തപ്പോ കാണാതെ വായിക്കുന്ന ഉസ്താദിന് അവിടെ ഫാവും ബാവും തമ്മിൽ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്പനേരം ആലോചിച്ചു നിൽക്കുകയും ശേഷം സുബ്ഹാനല്ലാഹ്, എന്റെ ബുദ്ധി ഇത്ര മോശമായോ എന്ന് ചോദിച്ചു മഹാനാകുന്ന സദഖത്തുള്ള മുസ്ലിയാർ. കാരണം 10 ജുസ് തുഹ്ഫ കാണാതെ വായിക്കാൻ പവറുള്ള ഒരു മഹാനാണ്. ഒരിക്കൽ ഒരു വാവും ഒരു ഫാവും ഒരു ഹർഫ് വ്യത്യാസപ്പെട്ടപ്പോ അവിടെ നിന്ന് ടെൻഷനായി ആലോചിച്ചു നിന്നുകൊണ്ട് ചോദിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, എന്റെ ബുദ്ധി ഇത്ര മോശമായോ എന്ന്. അങ്ങനത്തെ മഹാപണ്ഡിതൻ. അവിടത്തെ കാലശേഷം പിന്നീട് ഇവിടെ തുഹ്ഫ കാണാതെ വായിച്ച് ദർസ് നടത്താൻ പറ്റിയ ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പ മാത്രമാണ്. അതുപോലെ തസവുഫിന്റെ പ്രധാന ഗ്രന്ഥമാകുന്ന ഇബ്നു അത്തായില്ലാഹിൽ ഇസ്കന്ദരി സ്വാഹിബിൽ ഹിക്കം തങ്ങൾ എഴുതിയ ഹിക്കം എന്ന് പറയുന്ന മഹത്താകുന്ന ഗ്രന്ഥം കാണാതെ ദർസ് നടത്താനും അതുപോലെ പല ഗ്രന്ഥങ്ങളും
കാണാതെ ദർസ് നടത്തിയ ദീർഘകാലം സയ്യിദ് മദനി ഖുതുബുസ്സമാൻ മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളുടെ ചാരത്ത് വർഷക്കണക്കിന് ദർസ് നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകി. 10,000-കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത് ഈ ലോകത്തേക്ക് വലിയ ഒരു സമ്മാനം കാഴ്ചവെച്ച മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ. അതോടൊപ്പം മഹാനാകുന്ന സയ്യിദിന്റെ ഓരോ ദിവസത്തെയും അമലുകളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു ദിവസം പോലും തങ്ങളുപ്പാപ്പയുടെ ദലായിലുൽ ഖൈറാത്ത് മുടങ്ങാറില്ല. അതുപോലെ സ്വലാത്തുകളും മറ്റ് അമലുകളും അവിടെ നിന്ന് ചെയ്യാറുള്ള സ്ഥിരമായി ചെയ്യുന്ന ഖുർആനോത്തുകളും തുടങ്ങിയിട്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം പോലും ഈ തിരക്കിനിടയിൽ മഹാനാകുന്ന സയ്യിദ് അവർക്ക് നഷ്ടപ്പെട്ടു പോകാറില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ജീവിതകാലം മുഴുവനും ഇൽമിലും അമലിലും മാത്രം ചെലവാക്കിയ ആ മഹാവ്യക്തിത്വം ചെറിയ കാശിന് വേണ്ടി മാത്രമാണ് തങ്ങളുപ്പാപ്പ ദർസിൽ ചേരുന്നത്. ഉള്ളാളത്ത് ദർസിൽ ചേരുമ്പോൾ അന്നത്തെ ശമ്പളം വളരെ ചെറുതായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ അവിടെ നിന്ന് സാധാരണ പറയുന്നത് നാമൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് കാലം പരിശുദ്ധമായ ഇൽമിനു വേണ്ടി സേവനം ചെയ്തു. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി. അതേപോലെ ദീനിന്റെ വിഷയത്തിൽ എക്കാലത്തും ബിദഈകൾക്കും മറ്റുമൊക്കെ ഒരു പേടിശബ്ദമായി ഉറച്ച നിലപാട് സ്വീകരിച്ച് ആരുടെ മുമ്പെയും ഹക്ക് ഹക്കായി തുറന്ന് പറയും. വലൗകാന വഹദി, അത് ഞാൻ തനിച്ചാണെങ്കിലും ശരി ഞാനത് പറയും എന്ന് ബഹുമാനപ്പെട്ടവർ ആ ഗർജിക്കുന്ന ആ ശബ്ദത്തോടെ നമ്മുടെ ഈ ഉമ്മത്തിനെ അഭിമുഖീകരിച്ചത് നമുക്കൊക്കെ അറിയാം. മഹാരാകുന്ന സയ്യിദ് അവർകൾ ഈ ലോകത്തോട് വിട പറയുന്നത് ഈ പരിശുദ്ധമായ റബീഉൽ ആഖിർ ഒന്നിനാണ് നമ്മിൽ നിന്ന് വിട പറയുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, മറക്കാൻ കഴിയാത്ത ഒരു വലിയ മഹാൻ, നീണ്ടകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി സ്ഥാനം നിർവഹിച്ച ഒരു മഹാനായ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അടക്കം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാള് തങ്ങളുപ്പാപ്പ തുടങ്ങി ഒട്ടനവധി മഹത്തുക്കളുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ഒറ്റക്കെട്ടായി ഉലമാക്കൾ, പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഐക്യകണ്ഠൻ അവർക്ക് നൽകിയ നാമമാണ്, ടൈറ്റൽ നാമമാണ് റഈസുൽ മുഹഖഖീൻ എന്നുള്ള നാമം. മഹാനവറുകളുടെ ഇൽമിന്റെ ആഴവും അവിടുത്തെ തഹ്ഖീഖും പൂർണ്ണമായതുകൊണ്ട് അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവർക്ക് നൽകിയ ഒരു ടൈറ്റലാണ്. മുഹഖഖീങ്ങളുടെ മുഴുവനും ഹെഡാണ്, അവരുടെ റഈസാണ് എന്ന് അന്ന് പറഞ്ഞിട്ടുള്ളത്. മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെയും ഇൽമിന്റെ ആഴവും അവിടത്തതാകുന്ന തുല്യതയില്ലാത്ത ജീവിതവുമൊക്കെ ഒരുപാട് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം വലിയ ദാക്കിറും ആശിഖും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ പലതവണ കാണാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ആളാണ് മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ അവിടുന്ന് പട്ടിക്കാട് ജാമിയയിൽ മുദരിസായ സമയത്ത് അവിടുത്തെ ശിഷ്യന്മാർ അവരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്ന കാര്യത്തെക്കുറിച്ച് കിതാബിൽ ചർച്ച വന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിലൂടെ കണ്ടാൽ അത് ഹബീബായ നബി തങ്ങൾ തന്നെയാണ്, കാരണം പിശാചിന് എന്റെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസിനെ അവിടെ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ അതിലൊരുപാട് സംശയങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിച്ചു. ആ സമയത്ത് മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞു, മുത്തുനബിയെ കാണണമെങ്കിൽ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്വപ്നത്തിലാണെങ്കിലും അത് ഖാത്തമ്
കാണിച്ചു തരണം, അല്ലാതെ ഉറപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു ചർച്ച വന്നപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ഖാത്തമ് കാണുന്നെ വേണോ എന്ന ഈ സംശയത്തിന് മഹാനവറുകൾ പറഞ്ഞു, അപ്പോഴാണ് നമുക്ക് എല്ലാ അർത്ഥത്തിലും അത് ഉറപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ടല്ലേ ഞാൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചല്ലോ മുത്തുനബിയോട്, എവിടെ തങ്ങളെ നിങ്ങളെ ഖാത്തമ്, ആ സമയത്ത് എനിക്ക് ഖാത്തമ് കാട്ടി തന്നില്ലേ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അതോടൊപ്പം രസകരമായ അവിടുത്തെ ജീവിതം അവിടെ നിന്ന് പറഞ്ഞു തുന്നിച്ചേർത്തു, ഞാൻ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂലല്ലോ, കാരണം ഞാൻ റഈസുൽ മുഹഖിഖീൻ അല്ലേ, തഹഖീഖുള്ളവരുടെ നേതാവ് ഞാനല്ലേ. അപ്പോ ഒരു സ്വപ്നം കണ്ടതൊന്നും അങ്ങനെ പെട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ മുത്തുനബിയോട് ചോദിച്ചു, തങ്ങളെ നിങ്ങളുടെ ഖാത്തം എവിടെയെന്ന്. അങ്ങനെ നബി തങ്ങൾ എനിക്ക് ഖാത്തമ് കാണിച്ചു തന്നു എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവിടുത്തെ സെബുക്കില് ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് അവിടുത്തെ ശിഷ്യന്മാർ അനുഭവം പറയാറുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ കണ്ട് ആസ്വദിക്കാനും ഇസ്ലാമിന് വലിയ നേതൃത്വം നൽകാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. അവിടുന്ന് സാധാരണ പല ഇജാസത്തുകളും വിശിഷ്യ നാരിയത്തി സ്വലാത്ത് സുബഹിക്കും മഗ്രിബിനുമൊക്കെ ശേഷം ചൊല്ലാനുള്ള പ്രത്യേക ഇജാസത്തുകളുമൊക്കെ അവിടുന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മഹാനാകുന്ന താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ ഉപ്പാപ്പ നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, അവിടെ നിന്ന് 2 സ്വലാത്തിന് സ്ഥിരമായി ഇജാസത്ത് കൊടുക്കാറുണ്ട്. എല്ലാവർക്കും മൊത്തത്തിൽ അവിടെ നിന്ന് ഇജാസത്ത് കൊടുക്കാറുണ്ട്. അതുകൂടാതെ ഖാദിരിയ, നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ ഒക്കെ ഷെയ്ഖും ദലായിലുൽ ഖൈറാത്തിന്റെ ഷെയ്ഖും ഒക്കെയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അതോടൊപ്പം മഹാനവറുകൾ എല്ലാവർക്കും പൊതു സദസ്സുകളിൽ വരെ അവസാന കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം, ഇശാ നിസ്കാരത്തിന് ശേഷം 10 തവണയും വെള്ളിയാഴ്ച രാവാണെങ്കിൽ അന്ന് 100 പ്രാവശ്യവും അത് ചൊല്ലാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ കൽപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങൾ പറഞ്ഞതുപോലെ ആ സ്വലാത്തിന് പതിവാക്കിയാൽ ഒരാൾ മരിക്കേണ്ട താമസമേ ഉള്ളൂ. അവന്റെ ഖബറിലേക്ക് എത്തുന്ന സാഹചര്യം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരങ്ങൾ കൊണ്ടായിരിക്കും അവന്റെ ജനാസ സ്വീകരിക്കുക എന്ന് മഹാനാകുന്ന യൂസുഫ് നബ്ഹാനി അടക്കമുള്ള മഹാന്മാർ പറഞ്ഞതുപോലെ തങ്ങളുപ്പാപ്പ പറയുകയും അത് കൊടുക്കുകയും ഇജാസത്ത് തരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഓർക്കുന്നു, ഏകദേശം ഒരു 30 പരം കൊല്ലമായി, വർഷമായി ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് ഞാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളാളത്ത് സിയാറത്തിന് പോയപ്പോൾ ഈ 2 സ്വലാത്തിന്റെയും ഇജാസത്ത് ഈ സാധു വിനീതന് തന്നത്. അതിന്റെ എത്രയോ കാലശേഷമാണ് പിന്നീട് ബഹുമാനപ്പെട്ട സയ്യിദ് ബദറുസ്സാദാത്ത് തങ്ങള് അവിടെ നിന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ പൊതു സദസ്സുകളിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഈ സ്വലാത്ത് എല്ലാവർക്കും ഇജാസത്ത് കൊടുക്കാറുണ്ട്. വലിയ മഹത്വമുള്ള സ്വലാത്താണ് അസ്വലാത്ത്. അതുപോലെ കൂടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ കൊടുത്തിരുന്ന ഒന്നാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ദിവസവും 360 തവണ ആ സ്വലാത്ത് ചൊല്ലിയാൽ എത്ര വലിയ കടമുണ്ടെങ്കിലും ആ കടം വീടുകയും അവനിലേക്ക് സാമ്പത്തികമായി ഉയർച്ചയും വളർച്ചയും കിട്ടുകയും ചെയ്യും. ഈ സാധു വിനീതന്റെ തന്നെ അനുഭവമാണ്. ഏകദേശം ഒരു 35 വർഷത്തോളമായി ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്നത് സ്വീകരിച്ചിട്ട് പലപ്പോഴും പല പാവങ്ങൾക്കു വേണ്ടിയിട്ടും വീടിനും മറ്റുമൊക്കെ കുറ്റിയടിക്കുകയും തറക്കല്ലിടാൻ വേണ്ടി പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് ആ സ്വലാത്ത്, ഉള്ളാൾ തങ്ങൾ പാപ്പയുടെ സ്വലാത്ത്, അവിടെ നിന്ന് തന്ന സ്വലാത്താണ്, അത് ഇത്ര ചെല്ലണം എന്ന് പറഞ്ഞ് നിശ്ചിത കണക്കുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായി അതൊക്കെ വീടിയത് ഈ വിനീതന്റെ അനുഭവമാണ്. സ്വലാത്തിന്റെ ബറക്കത്തും ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളുപ്പാപ്പയുടെ കറാമത്തുമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓർമ്മപ്പെടുത്തിയത്, അങ്ങനത്തെ സ്വലാത്തിന്റെ ഇജാസത്ത് നിരന്തരം ബഹുമാനപ്പെട്ട താജുൽ ഉലമ കൊടുക്കുന്നത് പോലെ അവിടുത്തെ ഉസ്താദും കൂടിയായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നാരിയത്ത് സ്വലാത്തിന് സ്ഥിരമായി ഇജാസത്ത് കൊടുത്ത് അത് മുഅ്മിനീങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന ഒരു സ്വഭാവം അവിടെ നിന്ന് പലപ്പോഴും നമുക്ക് കാണാമായിരുന്നു. ബഹുമാനപ്പെട്ടവര് വലിയ പണ്ഡിതനും
ആശിഖുമാണ് എന്നതിന് നമുക്ക് നൂറുകണക്കിന് തെളിവുകളുണ്ട്. മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത് റബീഉൽ ആഖിർ 2 ബഹുമാനപ്പെട്ടവർ വാഴക്കാട് ജുമുഅത്ത് പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. നൂറുകണക്കിന് ആളുകൾ അവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നു. അവിടെ നിന്ന് വലിയ ഇജാബത്ത് ലഭിച്ച് സന്തോഷത്തോടെ മടങ്ങുന്നു. അതുപോലെ മറ്റൊരു മഹാനാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രധാന ശിഷ്യനും ദീർഘകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അള്ളാഹു അവരൊക്കെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ പൊരുത്തവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് ജില്ലയിൽ പറമ്പംപള്ളി മക്കാമ് നമുക്കറിയാം. അലിയുസ് ഷഹീദുൽ ബക്കിരി തങ്ങളുടെ മക്ബറ. ആ അലിയുസ് ഷഹീദ് തങ്ങളുടെ മക്ബറയുടെ തൊട്ടപ്പുറത്തായി ചാരത്തായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നു എഴുത്തച്ഛൻ കണ്ടി കോയക്കുട്ടി മുസ്ലിയാർ. യമനി കുടുംബം. ആ കുടുംബം ഈ കേരളത്തിലേക്ക് അറേബ്യൻ നാട്ടിൽ നിന്ന്, യമനിൽ നിന്ന് കടന്നു വന്ന് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ആ മഹാനവറുകളുടെ മക്കളെ കൂട്ടത്തിൽ അവിടുത്തെ നാമം വരെ മൂത്ത വ്യക്തിക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് അബൂബക്കർ എന്നും അതിന്റെ താഴെ ഉമർ എന്നും ഉസ്മാൻ, അലി എന്നുള്ള തർത്തീബിലാണ് അവിടുത്തെ മക്കൾക്ക് നാമം വരെ ബഹുമാനപ്പെട്ടവർ തെരഞ്ഞിട്ടുള്ളത്. ആ രൂപത്തിലുള്ള കുടുംബം മുഴുവൻ പണ്ഡിതന്മാർ, വലിയ വലിയ മഹത്തുക്കൾ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ നേരനുജൻ ഉമറുൽ ഖാദിരി, കമാലുദ്ദീനുൽ ഉമറുൽ ഖാദിരി എന്ന് പറയുന്ന ഖാദിരിയ ത്വരീഖത്തിൽ അറിയപ്പെട്ട ഷെയ്ഖ്, മറ്റു പല ത്വരീഖത്തുകളിലും അറിയപ്പെടുന്ന ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഐലക്കാട് സയ്യിദ് സഈദ് സിറാജുദ്ദീൻ ഖാദിരി തങ്ങളുടെ പ്രധാനമായ മുരീദും ഖലീഫയുമായ മഹാനവറുകൾ. ഇങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ, മുബത്തദികളുടെ, പുത്തൻ പ്രസ്ഥാനക്കാരുടെ വലിയ പേടി സ്വപ്നമായി ജീവിച്ച മഹാനവറുകൾ. രാപ്പകലില്ലാതെ പുത്തൻ പ്രസ്ഥാനത്തിനെ അടിച്ചമർത്താൻ വേണ്ടി സമയം ചെലവാക്കിയ മഹാൻ. ആർക്കും മറക്കാൻ കഴിയാത്ത ആ ശബ്ദം, ആ മഹാനവറുകൾ അടക്കം അവിടുത്തെ അനുജന്മാർ, ഇങ്ങനത്തെ വലിയ മഹത്തുക്കൾ. ബഹുമാനപ്പെട്ട മുറ്റിച്ചൂർ അഹമ്മദ് ഹാജി, വലിയ ദാക്കിറും ആഷിഖും ആരിഫുമായ മഹാനവറുകൾ. ഇവരൊക്കെ ബഹുമാനപ്പെട്ട സഈദ് സിറാജുദ്ദീൻ ഖാദിരിയുടെ ശിഷ്യന്മാരും അവിടുത്തെ മുരീദന്മാരുമാണ്. ഇന്നും അവിടുത്തെ കുടുംബം, ഉമറുൽ ഖാദിരിയുടെ മക്കളൊക്കെ വലിയ ദാക്കിര്യങ്ങളും ആഷിഖീങ്ങളുമായി മാറുകയും അവരൊക്കെ വലിയ ദിക്റിനും മറ്റും ഇജാസത്ത് കൊടുക്കുന്ന വലിയ പവറുള്ള മഹാന്മാരായി മാറുകയും ചെയ്തു. ആ കുടുംബത്തിലെ മൂത്ത മകനും കാരണവരുമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്. മഹാനവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേടിയെടുത്ത വലിയ വലിയ കാര്യങ്ങൾ, ബിദഈകളെ അടിച്ചമർത്തിയത്, പലതും നമുക്കൊക്കെ സാധാരണ കേട്ടുകേൾവിയും പരിചയവുമൊക്കെ ഉള്ളതാണ്. ആ മഹാന്മാര് മൂന്നും ബഹുമാനപ്പെട്ടവർ വഫാത്തായത് റബീഉൽ ആഖിർ 4-നാണ്. ഇങ്ങനത്തെ 3 പ്രധാനപ്പെട്ട മഹാന്മാർ നമ്മിൽ നിന്ന് വിട പറയുകയും അതുപോലെ വേറെയും പല മഹാന്മാർ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂസുഫ്, ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബിലുള്ള അബു യൂസുഫ് റളിയല്ലാഹു അൻഹു അടക്കം പലരും ഈ വഫാത്തായ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുകയും അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നതാകുന്ന ചില വഴികളുണ്ട്. ആ വഴിയിലായിക്കൊണ്ട് പിന്തുടർന്ന് ആഖിബത്ത് നന്നായി, ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ. അല്ലാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, വിശിഷ്യ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മരണപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വലിയുമ്മ പുളിക്കത്തൊടി പാത്തുമ്മക്കുട്ടി ഹജ്ജുമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയുമൊക്കെ അല്ലാഹു ജല്ല ജലാലുഹു തആല നാളെ ജന്നാത്തുൻ നഈം
സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റുള്ളത് അടുത്ത ആഴ്ചയിൽ നമുക്ക് വിശദമായി പറയാം. ഇന്ന് സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് എന്ന് ഓർമ്മയിൽപ്പെടുത്തി നിർത്തുന്നു. ദുആ വസിയത്തോടുകൂടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.